കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 4 വർഷ ഡിഗ്രി UG പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുകയുണ്ടായി. എഡിറ്റിങ്ങിനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എന്നാണോ അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കുന്നത് ആ ദിവസം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡിറ്റിംഗ് ചെയ്യാം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് 9-ാം തീയതിയാണ്. ജൂൺ 9-നാണ് അവസാന തീയതി. ഇനി അപേക്ഷിക്കുന്ന ഡേറ്റ് നീട്ടിയാൽ എഡിറ്റിങ്ങും ആ നീട്ടിയ ഡേറ്റ് വരെ എഡിറ്റിംഗ് പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. അതിന് നമ്മൾ അപേക്ഷിക്കാൻ എന്താണ് എടുത്തത് അതിൽ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് വരും. സ്റ്റുഡൻസ് ലോഗിനിലാണ് പിന്നീട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ലോഗിൻ ചെയ്താൽ ഇതുപോലെ കാണാം. ഇതിൽ ഫസ്റ്റ് കാണുന്നത് അലോട്ട്മെൻറ്റ്. നമുക്ക് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം എവിടെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് അറിയുന്ന ഭാഗമാണത്. ഇത് നമ്മളെ PDF നമ്മളെ പ്രിന്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നിങ്ങളുടെ പ്രിന്റ് ഔട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നിന്ന് ഡൗൺലോഡ് ആയി. അതുപോലെ തന്നെ ഇവിടെ ചലാൻ റെസിപ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ചലാൻ റെസിപ്റ്റ് കിട്ടും. നിങ്ങൾ ഫീ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഇതിലുണ്ടായിരിക്കും. അഡ്മിഷനുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ്. ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ, അത് അഡ്മിഷൻ പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹയർ ഓപ്ഷൻ ഡേറ്റ് ക്യാൻസൽ ആ സമയമാകുമ്പോൾ നമ്മളത് പറയും. കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ ഇതിലാണ് ഉണ്ടാവുക. മാൻഡേറ്ററി ഫീ അടക്കാണ്ടാവും. അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി നിർബന്ധമായി അടക്കേണ്ട ഫീസാണ് മാൻഡേറ്ററി ഫീ. അത് അടക്കാനുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യും. മൂന്നാം അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിന്റെ ഡീറ്റെയിൽ അതിലാണ് ഉണ്ടാവുക. ഇനി ഈ അൺലോക്ക് ബാർ എഡിറ്റ് എന്നുള്ള ബട്ടൺ നിങ്ങൾ കണ്ടല്ലോ, ഇതിലാണ് നമ്മൾ എഡിറ്റിംഗ് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അൺലോക്ക് ഓർ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തിരുത്തലുകൾ ഉൾപ്പെടുത്തി രേഖപ്പെടുത്തിയ ശേഷം അന്തിമ സമർപ്പണം നടത്തുന്ന അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് നിർബന്ധമായി എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചെയ്ത എഡിറ്റിങ്ങിന് ശേഷമുള്ള PDF എടുത്ത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. രണ്ടാണെങ്കിലും ശരിയാണ്. പിന്നെ ഇവിടെ കാണുന്ന പ്രിന്റ് ഔട്ട് എന്ന് പറയുന്നത്, ഇവിടെ കാണുന്ന ഡൗൺലോഡ് പ്രിന്റ് ഔട്ട് പുതിയ പ്രിന്റ് ഔട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അൺലോക്ക് എഡിറ്റ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മളെ സെക്യൂരിറ്റി കീ കൊടുക്കുക. സെക്യൂരിറ്റി കീ കൊടുത്തിട്ട് സബ്മിറ്റ് ബട്ടൺ ഞെക്കിയാൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വരുന്നതാണ്. നിങ്ങൾക്ക് എന്താണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്യുക. വെയിറ്റേജ് ഡീറ്റെയിൽസ് ആണെങ്കിൽ വെയിറ്റേജ് ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്താണ് ചെയ്യേണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക. മാർക്ക് ഡീറ്റെയിൽസ് ആണ് അത് ഓപ്പൺ ചെയ്യുക. കോളേജ് ഡീറ്റെയിൽസ് ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക. എഡിറ്റിംഗ് ചെയ്തതിന് ശേഷം ഫൈനലായിട്ട് സേവ് ചെയ്യേണ്ടതുണ്ട്. ഫൈനലായിട്ട് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ പ്രിവ്യൂ എടുക്കുക. ഏറ്റവും ടോപ്പിൽ ഉണ്ടാവും. ഓക്കെ, ആ പ്രിവ്യൂവിൽ നമ്മൾ നെയിം കറക്റ്റ് ആണെന്നുള്ള ക്ലിക്ക് ചെയ്യുക. അതിന്റെ അടിയിൽ പോയി നോക്കിയാൽ ഏറ്റവും അടിയിൽ സ്ക്രോൾ ചെയ്താൽ ഇതേപോലെ വരും. അവിടെ ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ, HS ഇതൊക്കെ കറക്റ്റ് ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. അതൊക്കെ കറക്റ്റ് അല്ലേ കൊടുത്തത് എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യുക, ഐ അഗ്രി, സേവ് ആൻഡ് പ്രൊസീഡ്. സേവ് ആൻഡ് പ്രൊസീഡ് നോക്കുമ്പോൾ വീണ്ടും ഇതുപോലെ വരും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഡൗൺലോഡ് പ്രിന്റ് ഔട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രിന്റ് ഔട്ടിനുള്ള ഭാഗം PDF ഡൗൺലോഡ് ചെയ്ത് എടുത്ത് സൂക്ഷിക്കുക. വേണമെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്തും സൂക്ഷിക്കാവുന്നതാണ്. അഡ്മിഷൻ സമയത്ത് ഈ പുതിയ പ്രിന്റ് ഔട്ടാണ്, എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രിന്റ് ഔട്ടാണ് ഹാജരാക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.